നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 209ാമത്തെ 210ാമത്തെ വീഡിയോ ആണ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നാളെ സ്വർഗവാതിൽ ഏകാദശിയാണല്ലോ നാളെ. അപ്പം നമ്മൾ ഈ സ്വർഗവാതിൽ ഏകാദശി വാതിൽ തുറക്കാനായിട്ട്, അതായത് നമുക്ക് നമ്മുടെ ഇപ്പോഴുള്ള സ്വഭാവങ്ങൾ മാറ്റാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടെന്നുള്ളതാണ് ഞാൻ അതിനകത്ത് അന്വേഷിക്കുന്നത്. അതായത് ഈ പണക്കാർക്ക് ആണ് വീണ്ടും പണം ഉണ്ടാക്കണം എന്നുള്ള ആർത്തിയുള്ളവർ. ഈ ആർത്തിയാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തടയുന്നതെന്നാണ് പറയുന്നത്. കാരണം ഈ ആർത്തിയുള്ള മനുഷ്യരെ ദൈവം ശപിക്കുമെന്നാണ് പറയുന്നത്. നീ ഈ ജന്മം നിൻ്റെ ആർത്തി കൊണ്ട് നീ അവിടെ ഇനിയും കൂടുതൽ ജന്മങ്ങൾ എടുക്കട്ടെ എന്ന് ദൈവം ശപിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് രക്ഷപ്പെടാനും വേണ്ടി ഒരു 2-3 മാർഗം ഞാൻ പറഞ്ഞു കൊടുക്കാനാണ് ഇത്. പല പുസ്തകങ്ങളും പുരാണങ്ങളൊക്കെ വായിച്ചാണ് ഞാനിത് മനസ്സിലാക്കിയത്. എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഞാനത് പറയുക. മനഃശാസ്ത്രം പറയുന്നത് കൂടെ നമുക്ക് ആദ്യം നോക്കാം. മനഃശാസ്ത്രം പറയുന്നത് മനുഷ്യരെപ്പോഴും അസൂയ ഉള്ളിലുള്ളവരായി. ഈ ആർത്തിയുള്ള മനുഷ്യർക്ക് എപ്പോഴും ഉള്ളിൽ അസൂയ കാണും. എപ്പോഴും അവർക്ക് ഒരു തൃപ്തിയും കാണത്തില്ല. എപ്പോഴും മറ്റുള്ളവരോടുള്ള അസൂയ മനസ്സിൽ കാണുമെന്നാണ് പറയുന്നത്. പിന്നെ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും തൃപ്തി വരത്തില്ല. എപ്പോഴും അസന്തുഷ്ടിയായിരിക്കും. പിന്നീട് ആഡംബര വസ്തുക്കളോട് അവർക്ക് വലിയ ഇതായിരിക്കും. ആഡംബര വസ്തുക്കൾ എന്തോ കിട്ടിയാലും അവർക്ക് താല്പര്യം കൂടത്തേ ഉള്ളൂ. കൂടുതൽ ആഡംബര വസ്തുക്കൾ, ഇപ്പോൾ കാറായാലും മറ്റ് എന്ത് സൗകര്യങ്ങളായാലും എന്തോ കിട്ടിയാലും പിന്നെയും അതിനേക്കാൾ കൂടിയ ആഡംബരമുള്ള വസ്തുക്കൾ വേണം എന്നുള്ളതാണ് അവരുടെ ഒരു മനസ്ഥിതി. അപ്പോൾ അങ്ങനെ ഒരിക്കലും അവർക്ക് ഒരു തൃപ്തിയോ മനസ്സമാധാനമോ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു ഈ ആർത്തിയുള്ള മനുഷ്യർക്ക്. പണം മാത്രമല്ല, ആഡംബര വസ്തുക്കളോട് അവർക്ക് ആഗ്രഹം ഉണ്ടാകുമെന്ന് പറയുന്നത്. പിന്നെ അവർ സ്റ്റാറ്റസായിട്ട് കാണുന്നത് അവരുടെ കൂടെ അതേ ധനസമ്പാദനം അല്ലെങ്കിൽ അതേ പണക്കാരായിട്ടുള്ള സുഹൃത്തുക്കളെയാണ് അവരുടെ സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കാണുന്നത്. അതായത് പണമുള്ള ആളുകളെയാണ് അവർ സുഹൃത്തുക്കളായിട്ട് എടുക്കത്തുള്ളൂ. മാത്രമല്ല, പിന്നെ വഴിവിട്ട ജീവിതം നയിക്കുന്ന ആളുകളെയും അവർക്ക് ഈ സ്വാർത്ഥന്മാർക്ക്, അതായത് സ്വാർത്ഥ താല്പര്യമുള്ള ആളുകൾക്ക്, പണക്കാർക്ക് അവർക്ക് താല്പര്യം ഉണ്ടാകുമെന്ന് പറയുന്നത്. അപ്പം പണം, ആഡംബര വസ്തുക്കൾ മാത്രമല്ല, വഴിവിട്ട ജീവിതം നയിക്കുന്ന ആളുകളും അവരുടെ സുഹൃത്തുക്കളായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ യഥാർത്ഥത്തിൽ അവർ സംഭവിക്കുന്നത് വെച്ചാൽ അവർക്ക് മനസ്സമാധാനം കിട്ടത്തില്ല, സന്തോഷവും കിട്ടത്തില്ല ഈ ആർത്തിയുള്ളവർക്ക് എന്നാണ് പറയുന്നത്. അതായത് പണത്തിനോട് എത്ര ആർത്തി കാണിച്ചാലും ഒരിക്കലും ഈ നമ്മളൊരു പുരാണത്തിലൊരു ഇത് കിട്ടുന്നുണ്ട്, 10 കിട്ടിയാൽ 100 വേണമെന്ന്, 100 കിട്ടിയാൽ 1000 വേണം. അങ്ങനെ ഒരു പുന്താനത്തിൻ്റെ എന്തൊരു കവിത ഉണ്ടല്ലേ, അതുപോലെ എത്ര കിട്ടിയാലും നമുക്ക് ആർത്തിയുള്ളവർക്ക് അവർക്ക് അതുകൊണ്ട് തൃപ്തി വരത്തില്ല, എത്ര കിട്ടിയാലും. അപ്പോൾ പിന്നെ നമുക്ക് ഒരിക്കലും അവർക്ക് മനസ്സമാധാനം കിട്ടുന്നവരല്ല. മാത്രമല്ല, പിന്നെ പണത്തിനുള്ള ആർത്തി മാത്രമല്ല, അഹങ്കാരം, ദേഷ്യം, ഇവ 3 ഉണ്ടെങ്കിലും ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത 3 കാര്യങ്ങളാണ് പണത്തിനോടുള്ള ആർത്തി, അഹങ്കാരം, ദേഷ്യം. ഇത് 3. പിന്നെ ആർത്തിയുള്ളൊരു മനുഷ്യനെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് പറയുന്നുണ്ട്. ഒരാൾക്ക് ഉപയോഗിക്കാൻ ആവാത്തതിൽ കൂടുതൽ സാധനങ്ങൾ, അതായത് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ച് ശേഖരിക്കുന്ന ഒരാൾ എപ്പോഴും ആർത്തിയുള്ള ആളായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിക്കുകയേ ചെയ്തില്ല. അവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കി അവരുടെ കാര്യങ്ങൾ മാത്രം എല്ലാം ഭംഗിയായിട്ട് നോക്കും. ബാക്കി ഭാര്യയുടെ, മക്കളുടെ, മറ്റുള്ളവരുടെ ഒന്നും കാര്യം അവർ ശ്രദ്ധിക്കത്തേ ഇല്ല. അച്ഛൻ്റെയോ അമ്മയുടെയോ ഒന്നും ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആളുകളാണ് പിന്നെ ഈ ആർത്തിയുള്ള മനുഷ്യർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരിക്കലും അവർ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടത്തില്ല. അവർക്ക് ഒരിക്കലും ഉള്ളതുകൊണ്ട് മാത്രം അവർക്ക് ഒരിക്കലും സമാധാനം, സന്തോഷം വരത്തില്ല. അവരിങ്ങനെ കൂടുതൽ കൈവശമാക്കണമെന്നും കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കും. ഇത് ശാസ്ത്രം പറയുന്നത്, നമ്മുടെ ആധുനിക ശാസ്ത്രം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തലച്ചോറിൽ ഒരു ഡോപ്പമിൻ എന്നൊരു ഹോർമോണുണ്ട്. എല്ലാവരുടെയും തലച്ചോറിലുള്ള ഒരു ഹോർമോണിൻ്റെ പേരാണ് ഡോപ്പമിൻ. അപ്പോൾ ഈ കൂടുതൽ ആർത്തി കാണിക്കുന്നവർക്ക് ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടുതൽ ഉണ്ടാകും. ആ കൂടുതൽ ഉണ്ടാകുന്നതനുസരിച്ച് അവർക്ക് ആർത്തി നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത്. എത്ര കിട്ടിയാലും മതിയാവത്തില്ലെന്ന് പറയുന്നത് കാരണം ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഹോർമോൺ അത് ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് ആർത്തി കൂടുന്നതും അതിങ്ങനെ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും തലച്ചോറിൽ. പിന്നെ അവർക്ക് ഒരിക്കലും അതുകൊണ്ട് തൃപ്തി വരുത്തുമില്ല. ഈ ഡോപ്പമിൻ്റെ
ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ പിന്നെ പ്രൊഡക്ഷൻ, അതായത് അതിൻ്റെ ഇത് നിർമ്മാണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അവർക്ക് ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ സ്വന്തം കാര്യം മാത്രമേ നോക്കത്തുള്ളൂ. ക്രൂരമായിട്ടുള്ള മനസ്ഥിതിയായിരിക്കും. നമ്മൾ കാണുന്നുണ്ടല്ലോ പലയിടത്തും സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ലോകത്ത്. ഇനി ഭഗവത്ഗീത എന്താ പറയുന്നത് നോക്കാം. ഭഗവത്ഗീത പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് നരകത്തിലേക്കുള്ള 3 വാതിലുകളാണ് ഈ ആർത്തി, അതായത് പണത്തിനോടുള്ള ആർത്തി, പിന്നെ രണ്ടാമത്തത് ദേഷ്യം, പിന്നെ മൂന്നാമത്തത് മോഹം. മോഹം എന്ന് പറഞ്ഞാൽ എല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്നത്, നമുക്ക് കിട്ടാനുള്ള യോഗ്യത ഇല്ലെങ്കിൽ പോലും അത് വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ആ മോഹം എന്ന് പറയുന്നത്. അങ്ങനെ ഈ 3 നരകത്തിലേക്കുള്ള വാതിലാണെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നാളെ ഇവിടെ നമുക്ക് പിന്നെ സ്വർഗവാതിൽ ഏകാദശിയാണല്ലോ. അപ്പം ഈ 3 വാതിലുകൾ പോകാതിരിക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു മഹാഭാഗ്യമാണ്. ഈ 3 വാതിലുകൾ നമുക്ക് പോകാതിരുന്നാൽ നമ്മൾ സ്വർഗവാതിൽ ഏകാദശിയിൽ അടുത്ത് ചെല്ലും. അതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ മനുഷ്യൻ്റെയും കിട്ടും ഈ 3. പിന്നെ ഏതൊക്കെയാണെന്നറിയാം? ആർത്തി, പണത്തിനുള്ള ആർത്തി, രണ്ടാമത്തത് ദേഷ്യം, മൂന്നാമത്തത് മോഹം. ഈ 3 നരകത്തിലേക്കുള്ള വാതിലാണ്. അപ്പോൾ ഈ 3 വാതിലിലേക്ക് നമ്മൾ പോകാൻ ഇരുന്നാൽ, അതായത് നമുക്ക് അതെല്ലാം നിയന്ത്രിക്കാൻ പറ്റിയാൽ പിന്നെ നമുക്ക് സ്വർഗവാതിലിൻ്റെ അടുത്ത് എത്തിച്ചേരാൻ പറ്റുമെന്ന് പറയാം. നാളെ സ്വർഗവാതിൽ ഏകാദശിയാണ്. അപ്പം പിന്നെ ആ 3 വാതിലുകൾ ഒഴിവാക്കിയിട്ട് സ്വർഗവാതിലിൻ്റെ അടുത്ത് ചെന്നാൽ ആ സ്വർഗവാതിൽ തുറക്കുന്ന ദിവസവും നമുക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു അവസരം ഈ ജന്മത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് എല്ലാ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ വേണ്ടത് ഇതേ ഉള്ളൂ, 3 കാര്യങ്ങൾ ഒഴിവാക്കണം. ഒന്ന് പണത്തിനോടുള്ള ആർത്തി, രണ്ടാമത് പിന്നെ ദേഷ്യം, മൂന്നാമത് മോഹം. ഈ 3 കാര്യങ്ങൾ ഒഴിവാക്കിയാൽ നമുക്ക് സ്വർഗവാതിലിലേക്ക് ഉള്ള പ്രവേശനം കിട്ടും. പിന്നെ വ്രതം എടുക്കണം, അത് വേറെ കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.